നമസ്കാരം ഫ്രണ്ട്സ്, ടൂർ ഗൈഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് എവിടെയാ? ഇത് നമ്മുടെ ഹരിദ്വാറിൽ ഗംഗാ സ്നാനം ചെയ്യാനും അതോടൊപ്പം ഗംഗാ പൂജ കാണാനും വേണ്ടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഹരിദ്വാറിലെ ഈവനിങ് ഉള്ള വിശേഷങ്ങളും വരെ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഹരിദ്വാറിൽ എത്താൻ വേണ്ടി എയർപോർട്ട് മാർഗമാണ് വരുന്നതെങ്കിൽ ഡെറാഡൂൺ എയർപോർട്ടാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എയർപോർട്ട്. ഡൽഹിയിൽ നിന്നും മറ്റും ഡയറക്റ്റ് ബസ്സും ഹരിദ്വാറിലേക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഡെയിലി ബേസിസ് ഹരിദ്വാറിലേക്ക് ട്രെയിൻ സർവീസുമുണ്ട്. ട്രെയിൻ മാർഗം ഹരിദ്വാറിലേക്ക് എത്താൻ വേണ്ടി ഒരാൾക്ക് ചിലവാകുന്നത് 1040 രൂപയും സ്ലീപ്പറിൻ്റെ ചാർജസാണ് 1040 രൂപ. എ സി കമ്പാർട്ട്മെൻറ്റിനാണെങ്കിൽ തേർഡ് എ സി കമ്പാർട്ട്മെൻറ്റിന് ചിലവാകുന്നത് 2600 റുപ്പീസുമാണ്. നാട്ടിൽ നിന്ന് ഇവിടെ വരുന്നവർക്ക് രാത്രി തങ്ങുന്നതിനായി ആശ്രമങ്ങളിൽ മറ്റും സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ്. നിങ്ങളൊരു ഹോട്ടൽ റൂം ഫെസിലിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ 700 രൂപ മുതൽ ഹോട്ടൽ റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ സൗകര്യങ്ങൾക്കനുസരിച്ച് ഹോട്ടൽ റൂമിൻ്റെ ചാർജസും വർദ്ധിക്കുന്നതാണ്. ഹരിദ്വാറിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഹരിക്കി പൂടി എന്നറിയപ്പെടുന്ന ഹരിദ്വാറിലെ ഗംഗാപൂജ നടക്കുന്ന സ്ഥലം. അതിലുപരി തന്നെ ഹിന്ദുമതവിശ്വാസികളുടെ പുണ്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ഹരിദ്വാർ. ഗംഗാ സ്നാനം ചെയ്യാണ്. എങ്ങനെയുണ്ട് ഗംഗാ നദി? നല്ല പോളി, നല്ല തണുപ്പുണ്ട്. നമ്മുടെ യഥാർത്ഥ ഫ്രീസറിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ടുണ്ടല്ലോ, ആ ഫ്രീസറിലെ വെള്ളത്തിന് ഒഴുകിയിട്ട് അതിനകത്ത് എങ്ങനെ മുങ്ങിയായിരിക്കും അതുപോലെ നല്ലൊരു എക്സ്പീരിയൻസ്. നല്ല ഫീലാണ് ഉണ്ടായിരിക്കുന്നത്. നല്ല ശരീരമൊക്കെ നല്ല തണുത്തിട്ടുണ്ട്. ഇപ്പൊ വിന്റർ ആയതുകൊണ്ട് ഇതിപ്പം ഐസ് പിടിക്ക് വെള്ളം ഒഴിക്കും, അതാണ് മെയിനായിട്ട് റീസൺ. അതുകൊണ്ടില്ലേ നല്ല തണുപ്പ്, നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു 7 മാസത്തിന് മുന്നേ വന്നത്. അന്ന് വന്ന സമയത്തുള്ള വീഡിയോസ് നമ്മളെ ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അന്ന് ഫുള്ള് കലങ്ങി ഏകദേശം ഈ ലെവലായിരുന്നു വെള്ളം. അത് ജസ്റ്റ് നമ്മൾ മുമ്പ് അത്രയും ചെളി വെള്ളമല്ലേ വരുന്നത്. ഇത് നോക്കിയാൽ നല്ല നല്ല എന്താ പറയാ, പ്യൂർ നമ്മുടെ മിനറൽ വാട്ടറിന്റെ ഇതും ഫ്രിഡ്ജിൽ വെച്ച വെള്ളത്തിന്റെ തണുപ്പും ഒരേപോലെയാണ്. അതല്ലേ ഞാനും പറഞ്ഞത്. കയറി വാ. നീ ചെരുപ്പ് വരും. അപ്പൊ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് ഈ സംഭവം വരയ്ക്കുന്നതെന്നാണ്. എന്തായാലും കൊള്ളാം, നിനക്ക് നല്ല ചേരുന്നുണ്ട്. ആണോ? താങ്ക് യു. നീ എന്നെ കണ്ടിട്ട് മഹിഷാസുരനെ പോലെ എങ്ങാനും തോന്നുമോ? ഏയ്, നന്നായിട്ടുണ്ട്. ഇവരെന്തൊക്കെ പറഞ്ഞ് കൊള്ളാന്ന് പറയുന്നുണ്ട്. ഇത് ഇവരുടെ ട്രഡീഷൻ അല്ലേ ഇവരുടെ. कैसा लग रहा है बहन? ठीक है,
അവരവസാനം ഇതാണ് നമ്മുടെ താര. ഹരിദ്വാറിലെ ഗംഗാപൂജ കാണുന്നതിനായി കുറഞ്ഞതൊരു 4 മണിക്കെങ്കിലും ഗംഗാപൂജ നടക്കുന്ന സ്ഥലത്ത് എത്തുക. എന്നിരുന്നാൽ മാത്രമേ ഗംഗാപൂജ കാണുന്നതിനായി നല്ല ഇരിപ്പിടങ്ങൾ ലഭിക്കുകയുള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നന്നായിട്ട് കണ്ടു. നമ്മൾ വന്നപ്പോ നല്ല തിരക്കായിരുന്നു. കുഞ്ഞുവാവ ഉള്ളത് കൊണ്ട് എനിക്ക് സ്ഥലം കിട്ടി. ഞാൻ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാരും പറഞ്ഞു അങ്ങോട്ടും നിന്നോളൂ അങ്ങോട്ടും നിന്നോളൂ. ഒരു വല്ലാത്തൊരു വൈബാണല്ലേ ഇവിടുത്തെ. അങ്ങനെ ഒരു 7 മണിയോടെ ഞങ്ങൾ ഗംഗാപൂജയും മറ്റും കണ്ട് ആ ഹരിക്കിപൂടിയിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ പോയത് മാർക്കറ്റ് ഏരിയയിലേക്കാണ്. ചന്ദനക്കട്ടോക്കടി ഇത് ഒറിജിനൽ സാൻഡൽ പൗഡർ है ഒറിജിനാണോ? ओरिजिनल है ये ओरिजिनल है ओरिजिनल है ദേ ഇവര് പറയുന്നത് ഇത് ഒറിജിനൽ ചന്ദനക്കട്ടയാണെന്നാണ്. നല്ല മണമൊക്കെ ഉണ്ട്. ഒറിജിനൽ ആണെന്ന് പറയുന്നുണ്ട്. സാൻഡൽവുഡിന് ഒരു ISI മാർക്ക് കാണാമോ? സൂം ചെയ്തേ കണ്ടോ? ISI മാർക്കൊക്കെ ഉണ്ട്. 180 rupees ആണ്. അറിയൂടെ
ഏതാണ് പൊട്ടോ? ਕਿਹੜਾ ਲੈਣਾ ਕਿਹੜਾ ਹੈ ਕੁਝ ਲੈਣਾ ਕੁਝ അതിനുശേഷം ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനായി വെജ് റെസ്റ്റോറൻ്റായ കറി ലീഫിലേക്കാണ്. അപ്പം നല്ലൊരു ടേസ്റ്റി ഫുഡായിരുന്നു കറി ലീഫിൻ്റെ. നല്ല ടേസ്റ്റും ആയിരുന്നു, കുറച്ച് റേറ്റ് ഒന്ന് ഹൈ ആണ്. നല്ല ഹൈജീനിക് ആൻഡ് ടേസ്റ്റി ഫുഡായിരുന്നു കറി ലീഫ്സിൻ്റെ. ഇഡലി പാഴ്സൽ അപ്പോൾ ഇവിടുത്തെ നല്ല ഒന്നാന്തരം മെതുവട. ഫ്രണ്ട്സ്, നിങ്ങൾക്കേവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.